up guys, it's me Jovi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ അൻലേട്ടൻ്റെ ലോഫ്റ്റിലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ അൻലേട്ടൻ്റെ അടുത്ത് കുറച്ച് പ്രാവുകൾ കൊടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ട് അൻലേട്ടൻ്റെ മെയിൻ ജോഡികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാവ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അൻലേട്ടനെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ നോർമൽ നമ്പറും സെയിം തന്നെ. നിങ്ങളിവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇത് വിഴിഞ്ഞം മുല്ലൂർ വിഴിഞ്ഞം മുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് ആഴിമല ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് ഓക്കെ അവിടെ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അൻലേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പം അൻലേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെയിലിനുള്ള ബേർഡ്സിൻ്റെ ഫോട്ടോസൊക്കെ അൻലേട്ട് അയച്ചു തരും. നമ്മൾ സെയിൽ പോസ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കൂടെ ചെയ്യുന്നതാണ്, കാരണം ഒരുപാട് ലെന്ത് വരണമുണ്ട് ആ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ജോഡികളൊന്ന് കാണാം. ഒരുപാട് പ്രാവുകളുണ്ട് അൻലേട്ടൻ്റെ അടുത്ത്. അപ്പം ഈ രാംപൂരി ഐറ്റംസ് 85 ഉണ്ട്. അതേപോലെ തന്നെ രാംപൂരി പിന്നെ ഏകദേശം പ്രാവുകളും നമ്മളെ തമിഴ്നാട് പ്രാവുകളൊക്കെയാണ് കിടക്കുന്നത്. എല്ലാം നല്ല എന്താ പറയുക പക്ക ബേർഡ്സ് ആണ്. അപ്പോൾ ആർക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അൻലേട്ടനെ കോൺടാക്ട് ചെയ്ത് അൻലേട്ടൻ ഫോട്ടോസൊക്കെ അയച്ചിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ജോഡികളൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജോഡിയാണ്. ഇത് എവിടെ നിന്ന് എടുത്തത്? ഇത് ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, കാഞ്ഞങ്ങാട്. ഓക്കെ. ഇത് കുഞ്ഞന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ പറപ്പിച്ചിട്ടുണ്ടോ? ഇതിനെ കുഞ്ഞിറക്കില്ല, ഒറ്റയ്ക്കാണ് ഇട്ടിരുന്നത്. ഇതിൻ്റെ ഒരു കുഞ്ഞുണ്ട്. ഇത് റാംപൂരിയോടെയാണ് ഞാൻ ജോഡി ഇട്ടിരുന്നത്. ഇത് റാംപൂരിക്ക് ഇട്ട് കുഞ്ഞ് പിടിഞ്ഞാൽ ഇതാ നടക്കണം ജാക്കപ്പള്ളി കുഞ്ഞ്. ഇതുകൊണ്ട് വാല് ഇവിടെ ഇല്ലേ, അത് റാംപൂരിയിലെ ഇതിൻ്റെ കുഞ്ചാണ്. ആ പക്ഷി തന്നെയാണ് ചത്തുപോയി. ഇല്ല അത് ചത്തുപോയി. അങ്ങനെ റാംപൂരി ചത്തുപോയി. ഇതിൻ്റെ മലപ്പുറം 3 റാംപൂരി വാങ്ങിച്ചാൽ 2 ചത്തുപോയി. 2 ചത്തുപോയി. ഒരു രണ്ട് മെയില് പാകിസ്ഥാനി. അതിപ്പോൾ ഒന്ന് ഭീമാളിയിൽ നിന്ന് വാങ്ങിച്ചത് ഒരു മെയില്. അപ്പോൾ നമുക്ക് അടുത്ത് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് അവിടുത്തെ ആദ്യം അവിടെയുള്ള പ്രാബ്ലത്തിനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് പോകാം. അപ്പോൾ അടുത്ത് സെയിലിനുള്ള ഇതിന് സെയിലിനുള്ള ബേർഡ്സുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത് സെയിലിനുള്ള ബേർഡാണ്. ഇതിൽ വേറെ ഇത് സെയിലിനുള്ള ബേർഡാണ്. അപ്പം എന്താ പറയുക, അടിയിൽ ഇത് സെയിലിനുള്ള ബേർഡാണ്. അപ്പോൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അൻലേട്ടൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അൻലേട്ടൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇതൊക്കെ അയച്ചു തരും. പിന്നെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്, കാരണം വെച്ചാൽ ഇത് ഒരുപാട് ബേർഡുണ്ട് സെയിലിന്. ഇത് മെയിൻ ജോഡി. ഓക്കെ, അതേപോലെ അടുത്ത നെക്സ്റ്റ് ഒരു ജോഡിയാണ്. ഇത് 14 വാലല്ലേ? ഇത് 13 വാല്. ഇവൻ വന്നിട്ട് 13 വാല് പറഞ്ഞാണ്. ഇത് 4 വല്ല സാധനമാണ്. രണ്ടും ഒരു നാഗർകോവിൽ ബ്രീഡിൽ പറഞ്ഞാണ്, ലൈനിൽ പറഞ്ഞാണ്. പച്ചക്കേറ. ഓക്കെ, പച്ചക്കേറ ഉണ്ടോ? ഓക്കെ, നമ്മളെ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇരുട്ട് വീണല്ല, ഒരു സൈഡിൽ മരങ്ങളൊക്കെ നിൽക്കണമുണ്ട്. നമുക്ക് കറക്റ്റായിട്ടൊരു ഇത് കിട്ടുന്നില്ല. ഇപ്പം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് പേര് കാണാം. ഇതിൻ്റെയൊക്കെ കുഞ്ഞന്മാർ എത്രയൊക്കെ കയറി? ഇതിൻ്റെ കുഞ്ഞന്മാർ തന്നെ ഫസ്റ്റ് എടുത്തത് ഇപ്പം ഞാൻ ജോഡിയിട്ടുള്ളൂ. ഒറ്റയ്ക്ക് പുറത്തേക്കൊണ്ടിരിക്കുന്നില്ലേ, ഒറ്റയ്ക്ക് ഇപ്പം ജോഡിയിട്ടുള്ളത്. അതിൻ്റെ കുഞ്ഞ് കൊടുക്കാട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് കൊടുക്കാനുള്ളതാണ് ഇപ്പം നമ്മൾ കാണിച്ചില്ല. ആ പേര്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. അടുത്ത നെക്സ്റ്റ് പേര് കാണിക്കാം. ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ജോഡിയാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന ആൾക്കാർ കൊടുക്കാനുള്ളതല്ല, കൊടുക്കാനുള്ളത് നമ്മൾ അൻലേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് തെങ്കാശി, തമിഴ്നാട് തെങ്കാശി. ഒരു വെറൈറ്റി ഇതാണല്ലോ, കണ്ണിൻ്റെ അടുത്തൊരു വര പോലെ വന്നിട്ട്. അത് തന്നെ. ഇതാണ് പഴയ സബ്ജ ലൈനേജിലുള്ള പ്രാവാണ്. ആ പഴയ സബ്ജയ്ക്കാണ്, പഴയ ലൈനേജിലാണ് ഈ കണ്ണിൻ്റെ ഇവിടെ ഈ വെള്ള ലൈൻ വരുള്ളൂ. ഇതൊരു വെറൈറ്റി കണ്ണായിരിക്കുന്നത്. ഇത് വെള്ളി കണ്ണിൽ ചുവന്ന തരി അറിയിക്കുന്ന മെയില്. രണ്ടും സെയിം കണ്ണ് തന്നെ. അത് മെയില്, ഇത് ഫീമെയില്. നമ്മുടെ ഈ വെള്ളി ചെമ്പരത്തി കണ്ണു പോലെ പറഞ്ഞത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ മറ്റൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ ഉള്ളതിനൊക്കെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ്. രണ്ടും നല്ല അടിപൊളി പ്രാവാണ്. ഇതിന്റെ കുഞ്ഞന്മാരൊക്കെ ഫസ്റ്റ് കുഞ്ഞെടുത്തത്. ഫസ്റ്റ് കുഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു വെള്ളറക്ക വരണുണ്ടോ? വെള്ളറക്ക പറഞ്ഞാണ് ഫീമെയിലാണ്. വെള്ളറക്ക ഫീമെയിൽ. ഓക്കെ, അതിൽ വെള്ളറക്ക പറഞ്ഞ ഫീമെയിൽ ആയിരുന്നു. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പേര് കാണിക്കുക. ഇത് 14 വാലുള്ളത്. ഓക്കെ, അടുത്ത നമ്മളെ മറ്റേ 14 വാലുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 14 വാലുള്ളത് ഇവൻ്റെ കുഞ്ഞ് കൊടുക്കാൻ കിടപ്പുണ്ട്. ഈ 14 വാലുള്ള ഇതിൽ കുഞ്ഞിനിപ്പോൾ 15 വാലുണ്ട്. 15 വാലുള്ളതാണ് കുഞ്ഞുള്ളത്, കൊടുക്കാൻ കിടക്കുകയാണ്. ഇതാണ് എന്താ പറയുക, അമ്മപ്രാവ്. ഇത് അച്ഛൻ പ്രാവ്.
ഇത് എന്താ പറയാ ഇവനെ എടുത്ത് നാഗരവല്ലി രണ്ടു നാഗരവല്ലി. ഞാൻ കൂടുതലും നാഗരവല്ലി പ്രാവെടുക്കുന്നത്. തെങ്കാശി ഇത് പറത്തിയിട്ടുള്ളത്. ഇത് ഞാൻ 8 ചില്ലറ പറത്തി. ഇപ്പോൾ വെട്ടിയിട്ട് വൈദ്യ എല്ലാം കൊണ്ട് വെട്ടിയിട്ട് ഇപ്പോൾ കുഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഒരു കുഞ്ഞിരിക്കുന്നത് തന്നെ ഇതായിരിക്കുന്നത്. കഴുത്തി ചാമ്പുള്ളതാണ്. ഇവിടെ സിംഗിൾ ആയിട്ടാണ് ചിക്സ് അധികം ഇറക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാം നല്ല സൈസ് നല്ല റിസൾട്ടും ആയിട്ടായിരിക്കും വരണത്. കഴുത്തി ചാമ്പുള്ള നല്ല മെമ്മറിയുള്ള കുഞ്ഞന്മാരായിരിക്കും വരണത്. ഓക്കെ, കഴുത്തി ചാമ്പ 15. ഇതിപ്പോൾ ടൈലൊന്നും കൗണ്ട് ചെയ്യാൻ സമയം ഇല്ല. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കാണിച്ച ആ പേരിൻ്റെ കുഞ്ഞ് കൊടുക്കാറുണ്ട്. 15 പാലാണ് പറഞ്ഞത് കുഞ്ഞിന്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പേര് ഈ 13 പാലും 15 പാലും രണ്ടും പറപ്പിച്ചിട്ടുണ്ടല്ലോ. രണ്ടും പറപ്പിച്ചിട്ടുണ്ട്. രണ്ടും നല്ല മെമ്മറിയും പറവയുള്ള രണ്ട് കുഞ്ഞില്ല. അത് ഞാൻ കുഞ്ഞിലെ കൊണ്ടുവന്നത്, 2 വെല്ലിയിൽ കൊണ്ടുവന്നത്. 2 ഒരേപോലെ 8 ചില്ലറ വളർത്തി വച്ചിരിക്കുന്നത് തന്നെ. ഇതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രാവ് ഉള്ളത്. എൻ്റെ കയ്യിൽ ഇത് ഒരു 7 വയസ്സായി. 7 വയസ്സായി. ഇത് എവിടെ നിന്ന് എടുത്തായിരുന്നു? ഇത് ഞാൻ കൊണ്ടുവന്നത് ഇവിടെ നിന്നാണ്, വെള്ളനാട്. ഓക്കെ. നമ്മൾ ഇതിൻ്റെ ഫീമെയിൽ കരിങ്കണ്ണ്. ഇത് ഫീമെയിൽ ഇപ്പോൾ സെറ്റ് ചെയ്ത്. ഓക്കെ. ഇത് എനിക്ക് 8-9 ചില്ലറ ഇവിടെ ഞാൻ പറത്തി ഈ അണ്ണ. ഇപ്പോഴും പിന്നെ പുറത്തൊക്കെ ഇല്ല ഇതിന്. ഇത് ചാമ്പ കളറാണ്. ചാമ്പ ലൈനേജിൽ ഉള്ള സംഭവമാണ്. ഇതിൻ്റെ കുഞ്ഞ് തന്നെ ഇതേ ടൈമിൽ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അറിയില്ലേ ഫ്രണ്ട് പൊള്ളി, അത് ഇതിൻ്റെ കുഞ്ഞാണ്. അടുത്ത നെക്സ്റ്റ് പേര് ഇല്ല. ഇത് ഇതിൻ്റെ കുഞ്ഞാണ് അതിൽ കിടക്കുന്നു. കരുകണ്ട സബ്ജി ഇതുകൊണ്ട് ഇറങ്ങുന്നു. ഇത് മുട്ടയിട്ടുള്ള ഞാൻ മാറ്റിയത്. ഇതിൻ്റെ കുഞ്ഞാണ്. കണ്ട ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന പേരിൻ്റെ കുഞ്ഞാണ്. കരിങ്കണ്ണാണത്. സബ്ജിയിൽ കരിങ്കണ്ണ് വെള്ളിക്കണക്ക് നല്ല റേറ്റ് സബ്ജിയിൽ വെള്ളിക്കണക്ക് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ജോലിയിൽ ഞാൻ കോഴിക്കോട് അയച്ചത് മുട്ട, അതിൻ്റെ കുഞ്ഞിക്ക് മുട്ട റസല്ല കേട്ടാ. എന്നെ വിളിച്ചിരുന്നു കോഴിക്കോട് കൊടുത്തത് സബ്ജിയിൽ വിളിക്കണേ. എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ അത് നേരത്തെ വീഡിയോയിൽ ഇട്ട് യൂട്യൂബിൽ കൊടുത്തില്ലേ. ആ സമയത്ത് ഞാൻ കോഴിക്കോട് കാലിക്കട്ട് അവിടെ നിന്ന് അയച്ചു കൊടുത്ത്. നമ്മളെ ബേർഡ്സ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഇത് ചാമ്പ സബ്ജിയാണ്. വെള്ളച്ചുണ്ടിൽ ചാമ്പ സബ്ജിയാണ് ഇത്. അതിൻ്റെ മെയിലാണ് ഇത്. ഓക്കെ, മെയിൽ പ്രാവാണ്. പ്രാവ് നമ്മുടെ കത്തങ്ങ അല്ല, ഇത് സുർമ കത്തങ്ങ എന്നാണ് അവർ പറയണത്. തമിഴല്ലേ ഇത് അവർ പറഞ്ഞ സുർമ കത്തങ്ങ എന്നാണ് പറയണത്. വാല് എല്ലാം കൂടെ കണ്ട സുർമ കത്തങ്ങയാണ് ഇത് സംഭവം. ഇത് ചാമ്പ സബ്ജിയാണ്. വെള്ളച്ചുണ്ടിൽ ചാമ്പ സബ്ജിയാണ് ഇത്. അത് ഇന്നലെ മുട്ട കരിങ്കണ്ണിൽ ഇറങ്ങിയത്. ഇത് ഞാൻ പറത്തിക്കൊണ്ടിരുന്നത് ഇപ്പം വെട്ടിയിട്ട് കുഞ്ഞെടുത്ത്. ഇതിൻ്റെ ഫീമെയിലിനെ 7 ചില്ലറയും പറത്തി, ഈ മെയിലിനെ 9 ചില്ലറയും പറത്തി ഞാൻ. പിട വെള്ളിക്കണ്ണിൽ ചുവന്ന തരികയറിയതാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ജോഡിയിട്ടത്. ഇത് നാവല സാധനമാണ്, നീലച്ചുണ്ടാണ്. നല്ല പ്രാവാണ്. നീലച്ചുണ്ട് നല്ല പറവയാണ് സംഭവം. നല്ല പറവയും മുമ്മറിയാണ് നീലച്ചുണ്ട്. അതുപോലെ തന്നെ നീല നഖമാണ് ഇതിൻ്റെത്. ഇപ്പം അരിക്കറിക്കുന്നോണ്ട് അറിഞ്ഞൂടെ. നീല നഖമാണ്. ഇത് രണ്ട് മതി തന്നെ, നാഗര ലൈൻ തന്നെ. വെള്ളിക്കണ്ണാണ് പറഞ്ഞത്. ഇവന്റെ കുഞ്ഞുമാരെ ഇറക്കിയോ? ഇല്ല, ഫസ്റ്റ് ഇട്ടതേ ഉള്ളൂ. മുട്ടയുടെ ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കേജ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ കേജിലോട്ട് പോകാം. രണ്ടാമത്തെ കേജിൽ ഫസ്റ്റ് കിടക്കുന്ന രാംപൂരിയാണ്, പാകിസ്ഥാനി. ഇത് സംഭവം ഇത് മലപ്പുറം എടുത്തതാണ്. 3 എണ്ണം എടുത്തത് 6000 രൂപയ്ക്ക് എടുത്തത്. അതിൽ ഈ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. മലപ്പുറത്ത് കൊണ്ടുവന്നതിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന് 14 പേരാണ്.
1 2 3 4 5 എല്ലാത്തിനും 14 7 8 9 10 11 12 13 14 പാലാണ്. ബാക്കി രണ്ടും 12 പാലും. ഇത് അത് 2 മെയിൽ ചത്തോണ്ട് ഇപ്പം ഇത് ഒരു മെയിൽ ഞാൻ വീണ്ടും ഇപ്പം എടുത്തത് ഭീമാളിൽ നിന്ന് ഒരു പൈൻറ്റിൽ നിന്ന് ഇപ്പം എടുത്തതാണ് ഈ മെയിൽ. അതിൻ്റെ ഒരു കുഞ്ഞാണ് ഇപ്പം ഇരിക്കുന്നത്. ഫസ്റ്റ് കുഞ്ഞ് ഞാൻ പോയി എടുത്തത്. ഞാൻ എല്ലാം പോയി എടുക്കുള്ളൂ. മുട്ട മാറ്റി വെച്ചിട്ട് പിന്നെ ഇതിന് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും മുട്ട ഞാൻ ഒരു കുഞ്ഞായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് സംഘാശിയിൽ അച്ഛൻ പറഞ്ഞോണ്ട് ഇത് ഇതും പുള്ളി സുറുമയാണ്. അമ്മ പറഞ്ഞത് സുറുമ ലൈനേജിലെ സാധനമാണ് ഇത്. പക്ഷെ നല്ല ചുണ്ടും മഞ്ഞ കണ്ണുമാണ്. ക്ലിയർ ആവണമെന്ന് തോന്നുന്നു. പുള്ളി സുറുമ എന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ഇത് പാൽ സബ്ജ. ഇത് അവൻ ടൂർണമെന്റ് ഇട്ട സാധനമാണ് ഇത്. തെങ്കാശിയിൽ തമിഴ്നാട് തെങ്കാശി. ഇത് നല്ല റിസൾട്ട് ഉണ്ട്. 14 ചില്ലറ പറഞ്ഞ പ്രാവാണ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞെടുക്കാൻ വേണ്ടിയാണ് അവൻ്റെ ചോദിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് കുഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭയങ്കര തൂവല്. നല്ല രീതിയിൽ കുഞ്ഞന്മാരെ നോക്കുകയും ചെയ്യണം. നല്ല ഇതിന് മാത്രമേ ഞാൻ 2 കുഞ്ഞ് വെച്ചുള്ളൂ. ബാക്കി എല്ലാ സിംഗിൾ കുഞ്ഞാണ് വെക്കുള്ളൂ. എല്ലാത്തിനും സിംഗിൾ കുഞ്ഞ് വെച്ചതിന് മാത്രം ഡബിൾ കുഞ്ഞ് വെച്ചപ്പോഴും മനസ്സിലാക്കാം നല്ല രീതിയിൽ കുഞ്ഞ് ഒരു പൾ സബ്ജിയും കഴുത്ത് സോപ്പ്. ഇപ്പോൾ ഫുഡൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കുഞ്ഞന്മാർക്ക് ഫുഡ് കൊടുക്കണുണ്ടോ. ഇപ്പം അതിന് ഉള്ള കുഞ്ചി രണ്ടും പാൽ സബ്ജി തന്നെ. അല്ല ഇത് അറിഞ്ഞൂടാ. എനിക്ക് തന്തേനെ പല്ല ഇരിക്കും. അടുത്ത നെക്സ്റ്റ് ജോഡി ഇതും ആ ഫീമെയിലും ആ ജോഡിയും. ഇതിൽ ഈ ഫീമെയിൽ കൊടുക്കാനുള്ളതാണ്. അപ്പം ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ ഫീമെയിൽ അത് നമുക്ക് കാണിക്കാം. ഇതാണിപ്പോൾ ഇതിന് ജോഡി ഇടിക്കുന്നത് കത്തങ്ങയ്ക്ക്. പക്ഷേ ഇതിൻ്റെ കുഞ്ഞാണ് താണ്ടിരിക്കുന്നത്. താണ്ടിരിക്കില്ലേ കമ്പലിരിക്കില്ലേ? അതും അങ്ങാറ്റ ഇരിക്കുന്നു. അതും ഇപ്പൊ ഈ വെള്ളക്ക് ഇതും കൂടെ കത്തങ്ങയിലും വെള്ളമായിട്ട് ഇറങ്ങിയതാണ്. അതിൽ ഇപ്പോൾ വെള്ളം കൊടുക്കാൻ കൊള്ള മാറ്റിയിട്ട് അടുത്ത വേറെ ഫീമെയിൽ വാങ്ങിച്ചിടാൻ വേണ്ടി കത്തങ്ങ സെയിം വാങ്ങിക്കാൻ വേണ്ടി. ഓക്കെ കത്തങ്ങ പേര് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫീമെയിലിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ അപ്പോൾ ഈ ഫീമെയിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ കത്തങ്ങ ജോഡി. ഓക്കെ അടുത്ത നെക്സ്റ്റ് പേര് ഇതിൻ്റെ ഫീമെയിൽ കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ എടുക്കാൻ പോകുന്ന പേര് തല. അങ്ങനെ ഒന്ന് നാളത്തെ ഈ മെയിൽ ഞാൻ ഇവിടെ 57 പറത്തിയ മെയിലാണിത്. വെട്ട് കണ്ണാണ്. ടൂർണമെന്റ് അല്ലാതെ പറത്തിയത്. ഞാൻ ടൂർണമെന്റ് ഇതുവരെ വിട്ടിട്ടില്ല. ഞാൻ ഇപ്പം തുടങ്ങിയത്. ഞാൻ എഴുതിയിടും. കംപ്ലീറ്റ് എഴുതി ഫുൾ ടൈം ഇരുന്ന് പറത്തിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ ഇവിടെ പ്രാവർത്തിച്ച് ഞാൻ ഇറങ്ങി പോയൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വർക്കില്ലെങ്കിൽ ഇത് ഈ ഫീമെയിൽ കൊടുക്കാൻ പോകണം, മാറ്റാൻ പോകണം, ജോഡി മാറ്റാൻ പോകണം. കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പറവ നല്ല അടിപൊളി പറയാണ് ഇറങ്ങുന്ന കുഞ്ഞന്മാർക്ക്. കുഞ്ഞ് ഹൈറ്റ് കയറ്. അപ്പോൾ ആ രീതിയിലേക്കാണ്. അപ്പോൾ നമ്മളിതിനെ ജോഡി ഇറങ്ങി തരാം. ഇത് വെട്ട് കണ്ണാണ്. ഇത് മെയിൽ വന്നിട്ട് വെട്ട് കണ്ണാണ്. 4 കൊടുക്കാനുള്ള ഫീമെയിൽ മാത്രമാണ് കൊടുക്കുക. 4 മുറിഞ്ഞിരിക്കുന്നത്. വെള്ളവാല് ചാക്കപ്പള്ളിയിൽ വെള്ളവാലും ആണ്. ഓക്കെ ഓക്കെ അടുത്ത് ഇത് രണ്ടും തമിഴ്നാട് ബ്രീഡാണ്. ഇത് വന്നിട്ട് ടൂർണമെൻറ്റ് വിട്ട പ്രാവാണ്. ഇതിൻ്റെ
ടൂർണമെൻറ്റ് ഇതുമാണ് ഒന്നിച്ച് ടൂർണമെൻറ്റ് വിട്ടത്. ഇതും അവിടെ എത്ര വെച്ച് ടൈം വെച്ചത്? 14 ചില്ലറ 2 വെച്ച്. 14 ചില്ലറ വെച്ച്. പേരെങ്ങനെയാണ് ഇത്? അവിടെ നിർത്തുന്നതല്ല, പറഞ്ഞോണ്ടിരുന്ന പ്രാവ്. ഇത് കരിങ്കണ്ണ്. എത്ര വെച്ച്? ഇത് ഡബിൾ കണ്ണ്. ഇത് അവിടെ 9 ചില്ലറ പറത്തിയത്. നമ്മൾ ആ രീതിയിൽ പേര് സെറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് 14 ചില്ലറ പറത്തിയതാണ് ഈ മെയിൽ. ഒരു സൈഡ് വെട്ടി കണ്ണ്, ഒരു സൈഡ് മുന്തിരിക്കണ്ണ്, കറുപ്പ് മുന്തിരിക്കണ്ണ് തന്നെ. മുന്തിരിക്കണ്ണിൽ വിട്ട്. അങ്ങനെ ഞാൻ ആ ഒരു ജോഡി ഒറ്റയ്ക്ക് കിടന്നത്. ഈ സബ്ജ 10:33 ഞാൻ പറത്തിയതാണ്. ഈ സബ്ജ കണ്ടു കഴിഞ്ഞാൽ മാട ലുക്കാണ്. 14 വാലാണ്. ഇത് 14 വാല് കീപ്പ് ചെയ്താണ് ഓരോ സ്ഥലത്ത് നിന്ന് തപ്പിയെടുത്ത്. അത്രേ ഉള്ളൂ. 14 വാല് 13 വാല് 14 വാല് 15 വാല് അതാണ് എൻ്റെ ഉള്ളത് കൂടുതലും. ഇത് 14 വാലാണ്. ഈ ചാമ്പ മുന്തിരി കണ്ണാണ്. തമിഴ്നാട് സാധനമാണ്. അത് തന്നെ സംഭവം. വെള്ളിക്കണ്ണ്, പച്ച കളർ. ഇത് ഞാൻ അവരിൽ നിന്ന് എടുത്തെങ്കിലും ഇത് കോയമ്പത്തൂർ സാധനമാണ്. മാട പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഇതാണ്, അടിപൊളി. 14 വാലുണ്ട്. ഇത് ഞാൻ ഇത് ആദ്യമായിട്ട് കുഞ്ഞെടുക്കാൻ പോകും. ഫസ്റ്റ് മുട്ടയ്ക്ക് ഇത് ഞാൻ 10:33 പറത്തി. ഇത് 14 വാലുണ്ട്. 14 വാലുണ്ട്. 2-3 തൊഴിഞ്ഞ് പൊടിച്ചു വരുന്നുണ്ട്. 3 വാല് 3, 4, 5 ഇവിടെ 6, 7, 8, 9, 10, 11 ഇവിടെ ഒരെണ്ണം പിടിച്ചു വന്നിരിക്കുന്നത്. 4 തൊഴിഞ്ഞു പോയി. 10 വരെ ഉള്ളു. ഇത് എന്താ പറയാ, തൊഴിഞ്ഞു പിടിക്കുന്നത്. 14. ഇതും 14 വാലാണ്. ഇതിൻ്റെ 2-3 തൊഴിഞ്ഞ് പൊടിച്ചു വരണേ ഉള്ളൂ. ഈ ഗ്യാപ്പ് കിടക്കണ മനസ്സിലാകും. ഇത് 14 വാലാണ്. അല്ല, ഇത് ആദ്യമായിട്ട് ജോലി ഇട്ട് ഈ ആണിനെ ഇവിടെ ആദ്യമായിട്ട് ജോലി ഇട്ടിരിക്കുന്നതാണ്. ഇന്ന് മുട്ടയിടും മിക്കവാറും. മുട്ട ഇരിക്കുന്നു ബാക്കിലേ, മുട്ട ഇരിക്കുന്നത് തട്ടുണ്ട് കയ്യിൽ. ഇതൊക്കെ മെയിൻ ജോഡിയാണ് ഇപ്പം കാണിച്ചത്. ഇത് 8 ചില്ലറ പറത്തി. ഇതിൻ്റെ പറന്നുകൊണ്ടിരിക്കുന്നു. അത് എനിക്ക് 9 ചില്ലറ പറന്നിറങ്ങിയ മെയിനാണ്. ഇതിൻ്റെ കുഞ്ഞ് ഇപ്പം 10:56 ഇപ്പം ഞാൻ പറത്തിക്കില്ലേ, അതിൽ 2 10, 56, 43, 48, 56 ആ മിനിറ്റിൽ ഇറക്കിയ 2 ഇതിൻ്റെ ഒരു കുഞ്ഞും കൂടെ അതിൽ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കുഞ്ഞ് അതിൻ്റെ മിസ്സായിപ്പോയി. പിറ്റേന്ന് 11 മണിക്കൂർ പറത്താൻ വേണ്ടി രാവിലെ 7 മണിക്ക് പറത്തി. 3:45 മണി വരെ പ്രാവ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പിന്നെ ഒരു പ്രാവിനെ കണ്ടില്ല. ഈ മരങ്ങൾ നിൽക്കണോണ്ടാണ് ഈ ഇടയ്ക്ക് വെച്ചത് മിസ്സായി കാണാൻ പറ്റാത്തത്. ഏത് വഴിക്കാണ് പോകുന്നത്. ഇത് വെട്ടുകണ്ണും ഒരു സൈഡ് വെട്ടുകണ്ണ്, ഒരു സൈഡിൽ മുന്തിരി കണ്ണും. എല്ലാവരും വെറൈറ്റി ആയിട്ട് അങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഡബിൾ കണ്ണി, 14 വാല്, 15 വാല്, ചാമ്പ ലൈനേജ്, കത്തങ്ങ ലൈനേജ്. പിന്നെ ഏകദേശം തമിഴ്നാട് പ്രാവുകൾ. കൂടുതലും തമിഴ്നാട് തന്നെ. ഇത് പച്ച ചാമ്പ എന്നാണ് പറഞ്ഞത്. ഈ തമിഴ്നാട് തെങ്കാശി. ഇവിടെ ഞാൻ ഇത് തന്നെ പറയണത്, അല്ലാതെ നമുക്ക് അതിന് വേറെ പേരിടാൻ പറ്റില്ലല്ലോ. ഇത് നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. ഇതൊരു നമ്മുടെ സാധാരണ ഈ കളറൊക്കെ ആണെങ്കിൽ ഒരു ഇതേ സെയിം ഒരു ഓറഞ്ച് ബാറാണ്. ഒരു വെറൈറ്റി ഓറഞ്ച് ബാർ. ഇത് എവിടെ നിന്ന് എടുത്താണ് ഇവനെ? ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ഇതുണ്ടല്ലേ ഗ്രൂപ്പിൽ ടോക്കൺ ഗ്രൂപ്പിൽ കണ്ട് ഞാൻ ഇപ്പം പാപ്പനോട് ഒരു പയ്യൻ്റെ പോയി എടുത്തതാണ്. ഞാൻ പൈസ എടുത്തത് പ്രാവ് ഇട്ട് സെയിലിനിട്ടിരുന്ന് അവൻ്റെ 3 കിടക്കുന്നുണ്ട് ഇതേ സെയിമിൽ. ഇതിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കുഞ്ഞു കൊണ്ടുവന്നത് അതിൻ്റെ പക്ക ജോഡി. അത് സെയിലിനിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ സെയിലിനിട്ടിരിക്കുന്നതാണ്. ജോഡിയായിട്ട് സെയിലിട്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലേട്ടൻ പറയും. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലേട്ടൻ അയച്ചു കൊടുത്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പറവ ബാക്കിയുള്ള ഫോട്ടോസ് ഇതൊക്കെ അല്ലേട്ടൻ അയച്ചു തരും പുറത്ത് വെച്ചിട്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. ഇത് റാംപൂരി കുഞ്ചി. ഇത് നമ്മുടെ റാംപൂരിയിൽ ഇറങ്ങിയ ഒരു കുഞ്ഞാണ്. ഇത് കൊടുക്കാനുള്ളതെന്നല്ല,
ഇപ്പം ഒരു പരിവായി പറഞ്ഞതേ ഉള്ളൂ. ഇത് ആവശ്യിച്ച് ചോദിച്ച് വാങ്ങിച്ച സാധനമാണ്. ഇതൊരു കുഞ്ഞുകൊണ്ടുവന്നതാണ്. കുഞ്ഞാണ് ഷോർട്ടാണ് കുഞ്ഞുകൊണ്ടുവന്നത്. ഞാൻ കുഞ്ഞ് എടുത്ത് കൊണ്ടുവന്ന് റിങ് ഇട്ടത് കണ്ട 2 എൻ്റെ റിങ്ങുണ്ട്. ഇത് കുഞ്ഞിലെ അവൻ ഇത് 7 വലിയപ്പോഴേ കൊണ്ടുവന്നത്. ഈ പ്രാവ് 2 റിങ്. അപ്പോൾ കാല് ചെറുതായിരുന്നു, ചെറിയ നൈസ് കാലായിട്ട് റിങ് ഇടാൻ പറ്റി. കുറ്റിച്ചുണ്ടാണ്. ഇവന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കി ഇല്ല, ഫസ്റ്റ് കുഞ്ഞ് ഇതായിരിക്കുന്നു. ഒരു കുഞ്ഞ് അതിൽ ചത്തിരുന്നു. ഇതൊരു വെറൈറ്റിയാണ്, കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ ചുണ്ട് ഫോക്കസ് ആകട്ടെ. ഒരു ചെറിയ ചുണ്ട്, അതേപോലെ തന്നെ ടെയിലും അതേപോലെ തന്നെ ചെറുതായിട്ട് ചെറിയ നീളം കുറവാണ്. അതിന്റെ മെയിൽ ഇത് കരിം സുറുമ എന്ന് പറയും. കരിം കണ്ടില്ല, കരിം സുറുമ. ചെറിയ ചുണ്ടില് ഒരു കുഞ്ഞിരിക്കുന്നേ ഉള്ളു. അതിൽ സൈസിൽ ഇത്തിരി ചെറുതായിരിക്കും, പക്ഷെ നല്ല പാവക പക്ക തന്നെ. കുഞ്ഞ് സൈസിൽ ചെറുതായിരിക്കും. 11 ചില്ലറമാര് പറഞ്ഞത് മെയിലിന്. 7 കള്ളിയായപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് റിങ് ഇട്ടേണ്. അപ്പം മനസ്സിലാക്കായിരുന്നു ആ സമയത്ത് സൈസ് എങ്ങനെ ആയിരിക്കും. സൈസ് ഇല്ല. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പേര് കാണിക്കും. ഇത് ഒന്ന് ഈ പൾസ് സബ്ജയാവും. ഇതിൻ്റെ കുഞ്ഞ് ഈ ഫീമെയിൽ അതിൻ്റെ കുഞ്ഞാണ്. ഇത് അതിൻ്റെ കുഞ്ഞ് താഴെ. ഇതിന്റെ ചാമ്പ സബ്ജിയാണ്. അച്ഛപ്രാവിനെ പോലെയാണ് ഇറങ്ങിയത്. 2 രൂപയുടെ ഉള്ള തന്നെ. 2 രൂപയുടെ ഉള്ള തന്നെ. ഇതാണ് ഇതൊക്കെ പറത്തി വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ 10 ചില്ലറ പറത്തി ഞാൻ. ഇവനും ഇറങ്ങിയിട്ട് 2 രൂപ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 2 രൂപ ഇറങ്ങിയത് കുഞ്ഞിന്. ഇതിൻ്റെ കുഞ്ഞാണ് അടുത്ത് ഇരിക്കുന്നത്. ഇത് ഈ സെയിലിട്ടിരിക്കുന്ന ഈ സുറുമയില്ലേ, ആ സുറുമേരെയും ഈ കത്തങ്കേരെയും മൂത്ത കുഞ്ചാണ് ഇത്. ഇതിനെ ഞാൻ 8 ചില്ലറ ഇവിടെ പറത്തി ഇപ്പോൾ വരി ശല്യം കൊണ്ട് വെട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒറ്റ ചില്ലറ പറത്തിക്കൊണ്ടിരുന്നത്. ഞാൻ മെനിക്കാന്നാണ് ഇതിനെ വെട്ടിയത്. ഞാൻ ഇതിൻ്റെ പറത്തിക്കൊണ്ടിരുന്നത്. ഈ മെയിൽ കിട്ടിയോണ്ട് ഇത് 2 കൂടെ അങ്ങ് സെറ്റായി. ഇപ്പോൾ കൊണ്ടുവന്നത് അങ്ങനെ ഒരാഴ്ച ജോഡി ഇട്ടിട്ട്. ഇത് തെങ്കാശി അവിടെ തന്നെ. ഇത് അതിൻ്റെ ആ വിളിക്കുന്ന ഒരു സുറുമാണിച്ചില്ലേ, അതിൻ്റെ ഇളയതാണ് ഇത്. ഇതിൻ്റെ മൂത്തതാണ് ഇതായിരിക്കും കിടക്കുന്നത്. മഞ്ഞ കണ്ണ്. ഇത് മഞ്ഞ കണ്ണുള്ളത്. ഇത് ചാമ്പ ലൈനേജ്. ഇതിൻ്റെ വിരിയണ കുഞ്ഞുങ്ങളെല്ലാം പല സബ്ജക്ട് കുഞ്ഞ്. ഫസ്റ്റ് ഒരു കുഞ്ഞ് വിരിഞ്ഞത് അത് 2 കാക്കെടുത്തോണ്ട് പോയി. പല സബ്ജക്ട് കുഞ്ഞായിരുന്നു വിരിഞ്ഞത്. ഇപ്പോൾ ഒന്ന് ഇത് ചെയ്യുന്നത് അത് എങ്ങനെ അതിൽ ചത്തിരുന്ന്. ഇതിൻ്റെ ഒരു കുഞ്ഞ് ഇതായിരിക്കുന്നു പിടിച്ചു. ചാമ്പ ലൈനേജ്. ചാമ്പ ലൈനേജ് ബാക്ക് ചാമ്പ. അതിൻ്റെ കുഞ്ഞാണ് ഈ പല സബ്ജ. കുഞ്ഞിനെ മാറ്റി വെച്ചാണല്ലേ? കുഞ്ഞിനെ മാറ്റി വെച്ചത്. 2 കുഞ്ഞുണ്ട്. ഒന്ന് ഇതിനുണ്ട്, അത് ചത്തു. ഇപ്പം അങ്ങനെ അത് ഒറ്റ ചെയ്ത് ഒന്ന് അതിന് വെച്ച് കൊടുത്ത് അതിൻ്റെ മുട്ട മാറ്റിയിട്ട്. അതിൻ്റെ മുട്ട കുഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങി തരില്ല. സൂപ്പർ കുറവാണ് അതിൻ്റെ. അതുകൊണ്ട് കുഞ്ഞൊന്നും ഇറങ്ങി തരില്ല. അതുകൊണ്ട് ഞാൻ മുട്ട മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പേരിൽ ഇറങ്ങിയ കുഞ്ഞാണ് ഇവൻ. മറ്റേ നമ്മൾ നേരത്തെ കളിച്ച വെള്ളിക്കണ്ണിൻ്റെ ഇതിൻ്റെ മൂത്തതാണ് ഇത്. ഇതിൻ്റെ മൂത്തതാണ് ആ വെള്ളിക്കണ്ണ്. 3 ഒരു തന്തേൻ്റെ തള്ളേരെ ലൈനേജാണ്. 3 മെയില്. ആ 3 മെയിലും. സബ്ജ ഇപ്പം 9 കല്ലിയായി. ഞാൻ 4 കല്ലിയിൽ വാങ്ങിച്ചത്. കരിങ്കണ്ണ്. ഇത് കടകളയിൽ നിന്ന്. കടകള അമ്പൂരി എന്ന് പറയും. പിന്നെ
1000 രൂപ എടുത്ത് ചോദിച്ച പൈസ കൊടുത്തെടുത്ത് 4 കല്ലിലാകുമ്പോൾ ഞാൻ 1000 രൂപ എടുത്താണ്. ഞാൻ 1000 രൂപ ഇപ്പോൾ എടുത്തത്. ഇത് 4 കല്ലിൽ 5 ചില്ലറാൻ പുറത്തി. അങ്ങനെ ഞാൻ ഇപ്പം ഫുള്ള് ഊരി വിട്ടിരിക്കുന്നു. ഞാൻ കൊണ്ടൊന്ന് വെട്ടിയിട്ട് ആ ചിറ്റിച്ചുകൊണ്ട് ഞാൻ വെട്ടിയിട്ടിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്ന പൈസ ഞാൻ കൊടുത്ത് എടുക്കും. അല്ലേട്ടൻ്റെ അടുത്തുള്ള ഏകദേശം മെയിൻ ട്രാവൽ ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലേട്ടന് ഇത്രയും വർഷത്തെ 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. അതേപോലെ തന്നെ ഇതിൽ ഈ താഴെ കിടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അല്ലേട്ട ഇവിടെ കീപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അതേപോലെ മുകളിൽ കിടക്കുന്ന കുഞ്ഞത്തിന് സെയിലിനുള്ളതാണ്. എല്ലാ കുഞ്ഞന്മാരും സെയിലിനുള്ളതാണ്. ഈ മുകളിൽ കിടക്കുന്നത് അല്ലേട്ടൻ ഇറങ്ങി കിട്ടിയിട്ടുള്ള കുഞ്ഞന്മാരാണ്. എല്ലാം 2 കള്ളി, 0 കള്ളി, 1 കള്ളി ആ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലേട്ടനെ കോൺടാക്ട് ചെയ്യാൻ. അങ്ങനെ കൂടുതൽ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ അല്ലേട്ട അയച്ചു തരും. അതിൽ ഇവരൊക്കെ 15 വാല്, 15 ദൂര് പറഞ്ഞ ടെയിൽ 15 ദൂര് പറഞ്ഞതാണ്. അതേപോലെ പച്ച കണ്ണുള്ള പച്ചത്തരി കയറിയ കണ്ണ് പറഞ്ഞത്, സുറുമ കണ്ണ് പറഞ്ഞത്, പിന്നെ അങ്ങനെ എല്ലാം നല്ലൊരു ഇതായിട്ടുള്ളത്. ഇവയൊക്കെ വന്നിട്ട് ഇത് കണ്ണ് വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ കത്തങ്ങ കുഞ്ചാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇവൻ്റെ കണ്ണൊക്കെ ഒരു നല്ല അടിപൊളി കണ്ണാണ്. നമ്മളെ നേരിട്ട് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് പ്രാവിനെ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ മാക്സിമം എത്രത്തോളം ക്യാമറയിൽ തെളിയുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലേട്ടനെ കോൺടാക്ട് ചെയ്യാനാണ്. അല്ലേട്ടൻ്റെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. വാട്സപ്പ് നമ്പറും നോർമൽ കോളും വാട്സപ്പ് നമ്പറും സെയിം നമ്പറാണ്. അപ്പം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ ഏത് ബേർഡ് വേണമെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇത് റൗണ്ട് ഇട്ട് അയച്ചു കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ അല്ലേട്ട് അയച്ചു തരും. ഓക്കെ, സബ്ജയിൽ കരും കണ്ണാണ്. ഇത് നമ്മൾ നേരത്തെ ഇതിൻ്റെ പേരൻറ്റ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ചാമ്പ സബ്ജയിലും ചാമ്പ സബ്ജയിൽ പറഞ്ഞാൽ കരിങ്കണ്ണാണ് പച്ചക്കണ്ണാണ്. അത് പച്ചക്കണ്ണ്, ഇത് കരിങ്കണ്ണും. ഇവൻ പച്ചക്കണ്ണാണ് സബ്ജയിൽ പച്ചക്കണ്ണാണ്. ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്ന പച്ചക്കണ്ണും കരിങ്കണ്ണാണ് നമ്മളെ സബ്ജയിൽ 2 സബ്ജയാണ്. സബ്ജയിലൊക്കെ റയറാണ് ഇതേപോലെ ഇറങ്ങണത്. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരും കൊടുക്കാറുമില്ല. ഇറങ്ങി കിട്ടിക്കല്ലേ ഒരിക്കലും കൊടുക്കില്ല. ഞാൻ ബാലമുള്ളത് ഈ ഇങ്ങനെയുള്ള റേർ ഈ സാധനമൊക്കെ എപ്പോൾ ആരും കിട്ടിയാലും ഇതും കത്തങ്ങര കുഞ്ചാണ്. ഞാൻ തന്നെ അടിക്കുന്നത്. ഇത് തന്നെ ആവായിക്കൂടും ഇതിൻ്റെ മുകളിൽ ഇരുന്നത്. ഇതിന്റെ മുകളിൽ നെറ്റ് ആവായിക്കൂടും. ഇതിന്റെ മുകളിൽ നെറ്റാണ് കുഞ്ഞുങ്ങൾ ഇടാൻ വേണ്ടി. ഹവായി കൂടായിട്ട് മറ്റേ നമ്മളെ സാധാരണ ഇതേപോലത്തെ കൂടെ എടുത്ത് വെച്ച് ഇത് മുകളിൽ ടോപ്പ് നെറ്റാണ്. ഇത് നെറ്റ് ഇതാണ്ടാ നെറ്റ് അടിച്ചിരുന്നത് നെറ്റില്ല. ഇപ്പൊ ഇതാണ് ഹവായി കൂടായിട്ട് സെറ്റ് ചെയ്യണത്. ഇത് ഹവായി കൂടായിട്ട് സെറ്റ് ചെയ്യണത്. ഇതില് കുഞ്ഞിനടിച്ചിട്ട് ഇതിന്റെ മുകളിൽ വലിച്ചേറ്റില്ലേ? വലിച്ചേറ്റിടും, തൂക്കിയിടും. ഇത് രണ്ടും കത്തങ്ങര കുഞ്ചാണ്. ഇത് ചാമ്പ കത്തങ്ങ തന്നെ. അത് അപ്പം സുറുമ കത്തങ്ങ. അത് നിങ്ങൾക്ക് അല്ലേട്ടൻ്റെ അടുത്ത് കുറച്ചധികം ബേർഡ്സ് എത്ര ബേർഡ്സ് വരും ഒരു കൊടുക്കാൻ ഒരു ഉദ്ദേശം? എല്ലാം കൂടെ ബ്രീഡിംഗ് സൈസ് എല്ലാം കൂടെ 10, 12, 12, 13, 14, 15, 16, 17, 18, 19, 20, പ്രാവെല്ലാം കൊടുക്കാൻ. പ്രാവ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലേട്ടനെ കോൺടാക്ട് ചെയ്യുക. മൊത്തം റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലേട്ടൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. മൊത്തം 87 ഉണ്ട്. ഏകദേശം 87 പറയാൻ പാടില്ല നമ്മൾ ആക്ച്വലി. അത് ഇത് സുറുമ കത്തങ്ങയാണ്. അല്ലേട്ടൻ്റെ അടുത്ത് ഏകദേശം വന്നിട്ട് ഒരു 10-25 പ്രാവിന് മേളിൽ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പുറത്തായിട്ടിരിക്കുന്നത്. ഇതൊക്കെ അല്ലേട്ടൻ കൊടുക്കാട്ടിരിക്കുന്നതല്ല. പുറത്തുള്ള കുഞ്ഞന്മാർ ഇവർ എത്രയാണ്? അതിൽ 15 വാലുള്ള കുഞ്ഞും കിടപ്പുണ്ട്, പച്ച തരിയേറിയ കണ്ണുകളുള്ള കുഞ്ഞും കിടപ്പുണ്ട്. അപ്പോൾ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലേട്ടനെ കോൺടാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയുടെ വെച്ച് അതിൻ്റെ വീഡിയോ ഒരുപാട് ലെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റിനുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു. കാരണം വെച്ചാൽ ഒരുപാട് ലെന്ത് വരണം. അപ്പം എന്താ പറയുക, ആൾക്കാർ മൊത്തമായിട്ടിരുന്ന് കാണൂല നമുക്ക് ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.